ഹലോ! എന്തുവരെ ഓണാഘോഷം? എല്ലാവരുടെ എല്ലാ സദ്യപരിപാടികളും എല്ലാം തീർന്നോ? ഇവിടെ ദേ അവസാന ഘട്ടത്തിലാണ് കേട്ടോ. ഇന്ന് നേരത്തെയൊക്കെ എണീറ്റു. പക്ഷേ അത്ര നേരത്തെയൊന്നും വേറൊന്നും ചെയ്തില്ല. അങ്ങട് തെറ്റി ഇങ്ങട് തെറ്റി നടന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചോറ് തിളപ്പിക്കാനിട്ടു. മട്ടരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിക്കാനിട്ടു. പിന്നെ നമ്മൾ പായസം വെക്കുന്നുണ്ടായിരുന്നു. പായസത്തിന് പാലൊഴിച്ച് ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഷാദാ പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കാരണം അത് കഴിയണ വരെ ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണത് പിന്നെ ലേറ്റായി പോയിക്കൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് ഞാനത് ഏട്ടനെ ഏൽപ്പിച്ചിട്ട് പോയി സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നീങ്ങരുത്. കാരണം മിക്ക സമയത്തും പാല് തിളച്ച് പോവും. ആ ഒരു പതിവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ തന്നെ നിന്ന് അത് നോക്കിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽ അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യ പാലട മിക്സ്. അപ്പോൾ അത് കിട്ടിയ കാരണം കൊണ്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കൊല്ലം വരുമ്പോൾ ഒരു 4 പാക്കറ്റ് വീതം ഞാൻ വാങ്ങിച്ചിട്ട് വരും. 4 ഒരു ഫങ്ഷൻസ് മനസ്സിൽ കണ്ട് അതിന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഈ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതേ രീതിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പാലട മിക്സ് മാത്രം എഴുതിയിട്ടുള്ള ഒരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. പക്ഷേ അത് ഈ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് അതിലത്തെ വ്യത്യാസം മനസ്സിലായത്. ഈ എഴുത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് കേട്ടോ. പിന്നെ ഉള്ളിലത്തെ ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചത് ജസ്റ്റ് പാലട മിക്സും ഇത് സദ്യ പാലട മിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ പാലട മിക്സ് വാങ്ങിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് നല്ല അടിപൊളി പായസമായിട്ട് നമുക്ക് കിട്ടണത് കേട്ടോ. അതിലത്തെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നൊന്നും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പായസവും ചോറും ആയി സെറ്റായി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ രസം ഉണ്ടാക്കി. രസത്തിൻ്റെ ഫാൻ എന്ന് പറയുന്നത് ചേട്ടനാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രസത്തിൻ്റെ ഫാൻ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യമൊന്നും രസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഏട്ടനാണ് കഴിഞ്ഞ തവണയും കഴിഞ്ഞ പ്രാവശ്യം ഓണം ആഘോഷിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു രസം ഉണ്ടാക്കി നോക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് പേര് കൂടിയിട്ടാണ്, എല്ലാവരും കൂടിയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുവിധം നമ്മുടെ വീട്ടിൽ വന്ന ഓണം ആഘോഷിച്ചത്. ഇപ്രാവശ്യം ആരും ഇല്ല. കുറേ പേര് നാട്ടിൽ പോയി, കുറേ പേർക്ക് ജോലിയുടെ തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആർക്കും ഒത്തുകൂടാൻ പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ 3 പേര് മാത്രം തന്നെ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രസം നമ്മൾ ഉണ്ടാക്കി. ഞാൻ അത് നെറ്റിൽ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയത്. എനിക്ക് ആദ്യം അത് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതും സെറ്റായി. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് പപ്പടം വറുക്കലും കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടോ. അപ്പം നമ്മുടെ ക്യാബേജ്, പൈനാപ്പിൾ പച്ചടി, പിന്നെ എരിശ്ശേരി, പായസം, അവിയൽ, ചോറ്, പിന്നെന്താ സാമ്പാർ, അങ്ങനെ ബീട്രൂട്ട് പച്ചടി, അങ്ങനെ തുടങ്ങിയ എല്ലാ കറികളും സെറ്റായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിക്കില്ല. ഞങ്ങളത് സെറ്റ് ചെയ്ത് മൂടി വെച്ചിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പുറത്ത് പോയിട്ടോ ഞങ്ങൾ. കഴിഞ്ഞ തവണ ഞാനതൊക്കെ വിചാരിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ പുറത്ത് നമ്മൾ ഇറങ്ങിയ സമയത്ത് അപ്പോഴത്തേനും മഴയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒറ്റ ഫോട്ടോ പോലും കിട്ടിയില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പുറത്തൊക്കെ പോയി ഒരുവിധം നല്ലോണം റീൽസ് ഇടാനും ഒക്കെ വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടാണ്. ഒറ്റ സാരിയിൽ തന്നെ നമുക്ക് ആകെ കൂടി കിട്ടുന്ന ചാൻസാണ് സാരി എടുക്കാനായിട്ട്. എനിക്കിഷ്ടമാണ് സാരി എടുക്കാൻ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് സാരി നന്നായിട്ട് എടുക്കാൻ അറിയൊന്നുമില്ല. എന്നാലും കിട്ടിയ ചാൻസ് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 5-6 റീലിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടോ. എന്താ നമ്മൾ പറയില്ലേ വാഴ നനയുമ്പോൾ ചീരി നനഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ പല വ്യത്യസ്ത റീൽസും ഇട്ടുകൂട്ടോ. അതൊക്കെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ 2:30 ആ ഒരു ടൈമായി. അപ്പോഴേക്കും നമ്മുടെ പൊന്നൂന് അങ്ങോട്ട് വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിരുന്നു. അപ്പോൾ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഈ ഓണം ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ എനിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര കാര്യങ്ങളൊന്നുമല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ പൊന്നൂനെ അവിടെ ഇരുത്തി ഞാനും ഏട്ടനും അപ്പുറം ഇരുന്ന് അവൾക്ക് എല്ലാ കറികളും ചോറും എല്ലാതും പറഞ്ഞു കൊടുത്ത് എല്ലാം ഇങ്ങനെ വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ അവളും ഭയങ്കര ആകാംക്ഷപൂർവ്വമാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും പിന്നെ കഴിക്കാൻ ഇരിക്കുന്നതും കേട്ടോ. അത് എന്താ പറയുക, തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ മാത്രം ഒരു സൈലൻറ്റ് പ്ലേസിൽ നമ്മുടെ മോളും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ച് ആ ഒരു അത് എനിക്ക് ആലോചിച്ചപ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കലും ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഒരു വിശേഷ ദിവസത്തിലും കൂടി ആവുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഓർക്കണതായ കാര്യങ്ങളും കൂടി ആണല്ലോ. അങ്ങനെ പൊന്നൂന് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇലയിലൊക്കെ ഞങ്ങൾ വിളമ്പിത്തിട്ടത്. കാരണം ആൾക്ക് വിശപ്പ് ഭയങ്കരമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടി വിളമ്പി തൈര് അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു സംഭവം മാത്രം നമ്മുടെ സദ്യയിൽ മിസ്സിങ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് ഏട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സംഭവമായിരുന്നു കേട്ടോ ആ മിസ്സിങ്. ശർക്കര വരട്ടി ആയിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അത് ഒരു പാക്കറ്റ് അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ 2 ദിവസത്തിനുള്ളിൽ പെണ്ണും ഏട്ടനും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ തീർക്കൂട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിനോട് വലിയ സംഭവമില്ല. ഞാൻ ചിപ്സ് കായ വറുത്തതും ഒക്കെ കഴിക്കുന്നു അല്ലാണ്ട് ഇത് അത്രയ്ക്ക് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അത് മറ്റ് സദ്യകൾക്ക് പോയാലും അത്രയ്ക്ക് അതിനോട് എനിക്കില്ല. 2 ഇടുമ്പോൾ അത് കഴിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ അത് കിട്ടിയില്ല. നമുക്ക് നമ്മുടെ കായ വറുത്തത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതിന് പകരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ റോബസ്റ്റ് പഴം കിട്ടും. അപ്പോൾ ആ റോബസ്റ്റ് പഴം ശർക്കര നീരില്ലേ അതിൽ മുക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ച് പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കുമായിരുന്നു. ലാസ്റ്റ് പപ്പടം പായസം പഴം കൂട്ടിയൊരു കഴിപ്പങ്ങ് കഴിച്ചു കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.